ആദരണീയനായ ഗുരുനാഥൻ ഫൈസൽ സാർ അവർ, മറ്റു സഹപാഠികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ പലരും സംസാരിച്ചു കഴിഞ്ഞു. മുസാരി, അതുപോലെ തന്നെ മാഷനത്തെ പോലത്തെ പലരും ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും സംസാരിക്കാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ടച്ച് ചെയ്തു പോകുക മാത്രമാണ് ഉണ്ടാവുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും തോൽക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി തീർച്ചയായിട്ടും നമ്മൾ തോൽക്കും. അതിന് ഉദാഹരണമാണ് ഒരു ആമയും മുയലും പണ്ട് ഒരു ഓട്ടമത്സരം നടത്തിയ കഥ. മുയൽ എന്താണ് ചിന്തിച്ചത്? ആമയെ തോൽപ്പിക്കണം എന്നാണ് മുയൽ ചിന്തിച്ചത്. നേരെ മറിച്ച് ആമ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും എനിക്ക് ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓട്ടമത്സരം നടത്തി അവസാനം തോൽപ്പിക്കണമെന്ന് പറഞ്ഞ മുയൽ തോൽക്കുകയും ജയിക്കണമെന്ന് പറഞ്ഞ ആമ ജയിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, ജയിക്കണമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾ സ്വപ്നം കാണുക. നമ്മളെ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നമല്ല കാണുന്നത്, നമ്മളെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അബ്ദുൽ കലാം സാർ പറഞ്ഞതാണ്. നമ്മൾ സ്വപ്നം കൊണ്ട്, നമ്മളിപ്പോ വിദ്യാർത്ഥികളാണെങ്കിൽ സ്വപ്നം കാണുക, ഞാൻ ഭാവിയിൽ ഡോക്ടറാവും, എഞ്ചിനീയറാവും, വക്കീലാവും എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുക. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇപ്പൊ നമ്മളെ കുട്ടികളെ പ്രസംഗം പരിശീലിക്കാൻ വന്നതാണ്. നമ്മളത് ആഗ്രഹിക്കുകയാണെങ്കിൽ, സ്വപ്നം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കത്തിദ്ധരിക്കുന്ന ആഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അറിയപ്പെടുന്ന ഒരു പ്രസംഗനാവും. നമ്മള് സന്തോഷത്തോടെ ജീവിക്കുക. ഇപ്പൊ ഞാനൊരു കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു ബസ് വരുമ്പോ, നല്ല തിരക്കുള്ള ഒരു ബസ്സാണ്, അങ്ങനെ ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ ബസ്സിന് കൈ കാണിച്ചു. ആ സ്ത്രീ ആ ബസ്സിൽ കയറി. പക്ഷെ അമ്മൂമ്മന്റെ കയ്യിൽ നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് വീട്ടിലുള്ള ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറച്ച് സാധനമായിട്ടാണ് ആ സ്ത്രീ ബസ്സിൽ കയറിയത്. പക്ഷെ ബസ്സിൽ കയറി നോക്കിയപ്പോ ഭയങ്കര ആളാണ്, നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ബസ്സിലുണ്ടാവുന്നത്. പക്ഷെ ഈ അമ്മൂമ്മയുടെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് പിന്നെ വേറെ ഒരു സ്ത്രീ എണീച്ച് നിൽക്കുകയാണ്. ആ എണീച്ച് നിന്നിട്ട് അമ്മൂമ്മനെ അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ അമ്മൂമ്മ അവിടെ ഇരുന്നപ്പോ തൊട്ടടുത്തുള്ള സ്ത്രീക്ക് അത് ഭയങ്കര ഡിസ്റ്റർബ്. ഈ അമ്മൂമ്മന്റെ ഈ സഞ്ചിക്കെട്ടും കാറും ഇതൊക്കെ കൊണ്ട് അമ്മൂമ്മ ഭയങ്കര ഡിസ്റ്റർബ്. പക്ഷെ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കണ്ട് ബാക്കിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ് ഇങ്ങനെ യാത്ര ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ രണ്ട് സ്ത്രീകളും ഇറങ്ങി. അമ്മൂമ്മ അവിടെ തന്നെ നിന്ന് ഈ രണ്ട് സ്ത്രീകളും ഇറങ്ങി. കണ്ട സ്ത്രീകളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്ന ആ സ്ത്രീയും ഇറങ്ങി. അവരിങ്ങനെ അവരുടെ ഷോപ്പിൽ ഇറങ്ങി നടക്കുമ്പോ ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ അമ്മൂമ്മനോട് ഒന്ന് ആ സഞ്ചിക്കെട്ട് കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞൂടെ ഇരുന്നോ? എന്നാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞത്, ഞാനും ആ അമ്മൂമ്മയും കൂടി കുറച്ച് ദൂരെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ആ സമയത്ത് എന്തിനാണ് ആ അമ്മൂമ്മനെ വെറുതെ വിഷമിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ സന്തോഷത്തോടു കൂടി പ്രായത്തായി ജീവിക്കുക. ഇവിടെ ഞാൻ കൂടുതൽ ഇവിടെ സംസാരിക്കുന്നില്ല. ഇനിയും ഒത്തിരി പേരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി.